ഹായ് ഓൾ, ഫേസ്ബുക്കിൽ നിന്ന് നല്ലൊരു ഗുഡ് ന്യൂസ് വന്നിട്ടുണ്ട്. കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടാത്തവർക്കൊക്കെ പെട്ടെന്ന് ലഭിക്കാൻ തരത്തിലുള്ള ഒരു ക്രൈറ്റീരിയയാണ് നിലവിൽ വന്നിരിക്കുന്നത്. നിലവിൽ എല്ലാവർക്കും പെട്ടെന്ന് ഇത് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. നമ്മൾക്ക് നമ്മുടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ലഭിക്കാത്തവർക്കൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. അതായത് നോട്ട് യെറ്റ് അവൈലബിളിന്റെ താഴെ ഇൻവിറ്റേഷൻ ഓൺലി എന്നായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കുന്നത്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ക്രൈറ്റീരിയ അവിടെ നിലവിൽ വന്നിട്ടുണ്ട്. അതായത് അൺലോക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ, യു വിൽ റിസീവ് ആൻ ഇൻവിറ്റേഷൻ ടു കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇഫ് യു റീച്ച് 3 lakh വ്യൂസ് ഓൺ യുവർ ന്യൂ പോസ്റ്റ് ആൻഡ് ഫോളോ അവർ പോളിസി എന്നും കാണുന്നുണ്ട്. അപ്പോൾ റീച്ച് 3 lakh, അതായത് 3 ലക്ഷം വ്യൂസ്, അതും 28 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു 3 lakh വ്യൂസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ലഭിക്കാനുള്ള സാധ്യത വെരി സിമ്പിൾ ആണ്. മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ പോലെയുള്ള ടഫ് ചാലഞ്ച് ഒന്നുമല്ല. പെട്ടെന്ന് നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്കിവിടെയുള്ള ജോയിൻ ചാലഞ്ചിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ താഴെ തന്നെ നമുക്ക് ഇവിടെ ജോയിൻ ചാലഞ്ച് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സി മോർ കാണുന്നുണ്ട്. സി മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്രൈറ്റീരിയ അവിടെ, അതായത് ചാലഞ്ച് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് പോസ്റ്റ്, നമ്മൾക്ക് റീൽ ആയാലും ശരി ഫോട്ടോ ആയാലും ശരി നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എപ്പോഴാണോ ഈ ഒരു ക്രൈറ്റീരിയ നമുക്ക് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആവുന്നത്, അതായത് 3 lakh വ്യൂസ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കിവിടെ ഈ ലൈൻ മൊത്തത്തിൽ ഫുള്ളും, അങ്ങനെ നമുക്ക് ആ ടൂള് ലഭിക്കാനുള്ള സാധ്യതയും കൂടും. അത് പെട്ടെന്ന് നമുക്ക് ലഭിക്കും. അതായത് ആരും മുമ്പത്തെ പോലെ അത്ര ടഫായിട്ട് ഇനി അങ്ങോട്ട് പോകണമെന്നില്ല. ഇനി നമുക്ക് എപ്പോഴാണോ ലഭിക്കുന്നത് എന്ന അങ്ങനെ ഒരു പേടിയോ ചിന്തയോ അങ്ങനെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് എപ്പോഴാണ് ഈ 3 lakh വ്യൂസ് ലഭിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടും. നമുക്ക് ഒന്നും കൂടി നമുക്ക് ഇവിടെയും കൂടി നമുക്ക് നോക്കാം. അവർ പോളിസി നോക്കാം. ഇവിടെ എന്താണ് ഇഷ്യൂസ് നമുക്ക് നോക്കാം. ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഫേസ്ബുക്കിന്റെ കമ്മ്യൂണിറ്റി പോളിസിയായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് നമ്മൾ എലിജിബിൾ കൺട്രിയിലായിരിക്കണം. അതുപോലെ തന്നെ ക്രിയേറ്റ് കണ്ടന്റ് ഓൺ ആൻ എലിജിബിൾ സർഫേസ്, അതുപോലെ തന്നെ ഫോളോ അവർ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ ഫോളോ അവർ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി, ഷെയർ ഒതന്റിക് കണ്ടന്റ്, ഷെയർ ഒറിജിനൽ കണ്ടന്റ്, മോണിറ്റൈസേഷൻ ഒതന്റിക് എൻഗേജ്മെന്റ്, ഫോളോ അവർ പേയ്മെന്റ് ടൈംസ്, ഫോളോ അവർ പേജസ് ഗ്രൂപ്പ്സ് ആൻഡ് ഈവന്റ് ടൈംസ്. അതായത് സാധാരണ നമ്മൾക്ക് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നിലവിലുള്ള ഇതിന്റെ ഒരു മാനദണ്ഡം കൂടി അതും കൂടി നമ്മൾ പരിഗണിക്കണം. അതെന്തായാലും നമ്മൾക്ക് പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ഒരു ക്രൈറ്റീരിയ വെരി സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ടൂള് ലഭിക്കട്ടെ. എല്ലാവർക്കും ഏണിങ്സും വന്നു തുടങ്ങട്ടെ. എല്ലാവർക്കും നല്ലൊരു ആശംസയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.